ഹായ് ഹലോ. അപ്പോൾ നമ്മൾ +1 മാത്സിൻ്റെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മുന്നത്തെ വീഡിയോസ് കാണാത്തവർ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഉള്ളത് അതിനകത്ത് സെവൻത്ത് ക്വസ്റ്റ്യൻ ആണ്. സെവൻത്ത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ലിമിറ്റ് അപ്ലൈ ചെയ്യാനാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 3x² - x - 10 ഡിവൈഡഡ് ബൈ x² - 4 എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് എന്ത് ചെയ്യുക? എക്സിന് 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 × 4 12, 12 - 2 -10. ഇവിടെ 0 ആയിപ്പോയല്ലേ. താഴെ എന്ത് വരും? 2² 4 - 4 0. അപ്പോൾ 0/0 നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫംഗ്ഷൻ റീറൈറ്റ് ചെയ്യണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 3x² - x - 10 എന്ന് പറയുന്ന പോളിനോമിയലിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് വരും? 3x² - xനെ -6x + 5x എന്ന് എഴുതാമല്ലോ. -6 + 5 എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ആണ്. -10 അങ്ങനെ തന്നെ എഴുതി. ഡിനോമിനേറ്ററിൽ ഇത് ഏത് ഫോമിലാണ്? x² - 2² a² - b² ഫോമിലാണ്. സോ അതിനെ x + 2 × x - 2 എന്ന് എഴുതാം. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. ഇവിടെ ഫസ്റ്റ് രണ്ട് ടേമിൽ 3x കോമൺ ആണ്. സോ 3x പുറത്തെടുത്തു. ബാക്കി എന്തുണ്ട്? x - 2. ഓക്കെ, പ്ലസ് 5x - 10 എന്താണ് കോമൺ ഉള്ളത്? 5 കോമൺ ആണ്. സോ 5 × x - 2 ഡിവൈഡഡ് ബൈ x + 2 × x - 2. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിൽ രണ്ടിടത്തും എന്താണ് കോമൺ? x - 2. ബാക്കി എന്തുണ്ട്? 3x + 5 ഡിവൈഡഡ് ബൈ x + 2 × x - 2. ഇപ്പോൾ x - 2 കട്ടായിപ്പോൾ. ബാക്കിയുള്ള ഫംഗ്ഷൻ എന്ത് ചെയ്യുക? ലിമിറ്റ് അപ്ലൈ ചെയ്യുക. 3 × 2 6 + 5 11 ഡിവൈഡഡ് ബൈ 2 + 2 4. സോ ദ ആൻസർ ഈസ് 11 ഡിവൈഡഡ് ബൈ 4. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദാറ്റ് ഈസ് 8th ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 x⁴ - 81 ഡിവൈഡഡ് ബൈ 2x² - 5x - 3. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് എന്ത് ചെയ്യുക? എക്സിന് പകരം 3 കൊടുക്കുക. അപ്പോൾ 3⁴ എന്താണ്? 81. 81 - 81 0 വരും. ഡിവൈഡഡ് ബൈ 2 × 3² is 9. 2 × 9 18 -5 × 3 15 -3. അപ്പോൾ 18 - 15 3. 3 - 3 0. 0/0 നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫംഗ്ഷൻ റീറൈറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3. ഈ 81 എന്ന് പറഞ്ഞാൽ എന്താണ്? 9² ആണ് അല്ലേ. അപ്പോൾ 9² എന്ന് പറയുമ്പം 9 എങ്ങനെ എഴുതാം? 3² എന്ന് എഴുതാം. അതായത് ഇത് എന്താണ്? ആക്ച്വലി 3⁴ ആണ്. ഓക്കെ, അങ്ങനെ എഴുതിയില്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ സൈഡിൽ മാറ്റി എഴുതാം. x⁴ - 9² ഇങ്ങനെ എഴുതുമ്പോൾ നമുക്കിതിനെ x² ഹോൾ സ്ക്വയർ -9² എന്ന് എഴുതിക്കൂടെ? x² ഹോൾ സ്ക്വയർ -9². ഇപ്പോൾ ഏത് ഫോമിലായി? a² - b² ഫോമിലായി. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 x² + 9 × x² - 9 എന്ന് എഴുതാം അല്ലേ. ഡിവൈഡഡ് ബൈ ഈ പോളിനോമിയലിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം. അപ്പോൾ 2x² - 5x - 3 എന്നാണ് എടുക്കുന്നത്. -6 + 1 എന്ന് എഴുതാമല്ലോ. -6x + x - 3. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 x² + 9 × ഇത് ഏത് ഫോമില? a² - b² ഫോമില. x² - 3². സോ x + 3 × x - 3 ഡിവൈഡഡ് ബൈ ഇവിടെ രണ്ടിടത്തും 2x കോമൺ ഉണ്ട്. x - 3 + x - 3. ഇപ്പോൾ എല്ലായിടത്തും x - 3 കോമൺ ഉണ്ട്. എല്ലാം കൂടെ അങ്ങ് കട്ട് ചെയ്ത് കളയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് സ്റ്റെപ്പായിട്ട് എഴുതാം കേട്ടോ. ഇവിടെ ഞാൻ ഡയറക്റ്റ് കട്ട് ചെയ്തതന്നേ ഉള്ളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 x² + 9 × x + 3 ഡിവൈഡഡ് ബൈ 2x
പ്ലസ് 1. ഇവിടെ ഒരു 1 ഉണ്ട്. ഇവിടെ x-3 കട്ട് ചെയ്ത് പോകുമ്പോൾ ഇവിടെ ഒന്നും ഇല്ല എന്ന് വിചാരിക്കരുത്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ x-3 പുറത്തെടുത്തിട്ട് ഇൻറ്റു 2x + 1 എന്ന് നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ എക്സിന് 3 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 9 + 9 18 ഇൻറ്റു 3 + 3 6 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 6 + 1 7. അപ്പോൾ 18 ഇൻറ്റു 6 divided by 7. 6 into 8 48. 1 into 6 6 plus 4 10. 108 divided by 7. Okay. Answer കിട്ടിയല്ലോ. 8th question. Limit x tends to 0. ax plus b divided by cx plus 1. ഓക്കെ. അപ്പോൾ എക്സിന് എന്ത് കൊടുക്കുക? 0 കൊടുത്തു നോക്കുക. അപ്പോൾ ഇവിടെ 0 + b ഡിവൈഡഡ് ബൈ 1. ദാറ്റ് ഈസ് ആൻസർ ഈസ് ബി. അപ്പോൾ ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. 10th question. ലിമിറ്റ് z ടെൻസ് ടു 1 z റേസ് ടു 1/3 മൈനസ് 1 ഡിവൈഡഡ് ബൈ z റേസ് ടു 1/5 1/6 മൈനസ് 1 ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഇസഡിന് 1 കൊടുക്കുക. ഇസഡിന് 1 കൊടുക്കുമ്പോൾ എന്ത് വരും? ന്യൂമറേറ്ററിൽ 1 - 1 0, താഴെയും 1 - 1 0. 1 റേസ് ടു എന്ത് പവർ വന്നാലും എന്താണ്? 1 തന്നെയാണ്. സോ 1 - 1 എന്ന് വരുമ്പോൾ 0 വരും. 0/0 ഈസ് നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫംഗ്ഷൻ റീറൈറ്റ് ചെയ്യണം. അപ്പോൾ z റേസ് ടു 1/6 z റേസ് ടു 1/3നെ നമ്മളിവിടെ x എന്ന് ഡിനോട്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ z റേസ് ടു 1/6നെ x എന്ന് ഡിനോട്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. z റേസ് ടു 1/6 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? z റേസ് ടു 2/6. ദാറ്റ് ഈസ് z റേസ് ടു 1/3. അതെന്താവും? x² ആവും അല്ലേ? അപ്പോൾ ഈ ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാൻ പറ്റും? ലിമിറ്റ് z ടെൻസ് ടു 1. അപ്പോൾ z 1 ആവുമ്പം x എന്താവും? x ടെൻസ് ടു 1. അതായത് x ഈക്വൽ ടു z 1 ആവുമ്പോൾ 1 റേസ് ടു 1/6 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. സോ ലിമിറ്റ് z ടെൻസ് ടു 1ന് വരെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സിൻ്റെ ടേമിൽ എഴുതുമ്പം x ടെൻസ് ടു 1. z റേസ് ടു 1/3 എന്ന് എങ്ങനെ എഴുതാം? x² - 1 ഡിവൈഡഡ് ബൈ x - 1. ഓക്കെ. ഇപ്പോൾ ഇതേത് ഇവിടെ 1² എന്ന് എഴുതാമല്ലോ. ഇതേത് ഫോമിലായി? ലിമിറ്റ് x ടെൻസ് ടു a x റേസ് ടു n - a റേസ് ടു n ബൈ x - a. ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു a റേസ് ടു n - 1. ഇവിടെ n എന്താണ്? 2 ആണ്. a എന്താണ്? 1 ആണ്. 2 റേസ് ടു 2 - 1 ഈസ് 1. സോ ആൻസർ ഈസ് 2. ഓക്കെ. 11th question. ലിമിറ്റ് x ടെൻസ് ടു 1 ax² plus bx plus c divided by cx² plus bx plus a. ഈ കണ്ടീഷൻ തന്നിട്ടുണ്ട്. a plus b plus c നോട്ട് ഈക്വൽ ടു 0. ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ a plus b plus c ഡിവൈഡഡ് ബൈ c plus b plus a. a plus b plus c നോട്ട് ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പം a plus b plus c എന്ന് പറഞ്ഞാൽ c plus b plus a എന്ന് പറഞ്ഞാൽ സെയിം ആണ്. ആൻസർ ഈസ് 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12th one. ലിമിറ്റ് x ടെൻസ് ടു -2 1/x plus 1/2 ഹോൾ ഡിവൈഡഡ് ബൈ x plus 2. അപ്പോൾ ഫസ്റ്റ് എക്സിന് -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? -1/2 plus 1/2 ഡിവൈഡഡ് ബൈ -2 plus 2 is 0. 0/0 വന്നു. ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആണ്. സോ എന്ത് ചെയ്യണം? റീറൈറ്റ് ചെയ്യണം. ലിമിറ്റ് x ടെൻസ് ടു -2. ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 2 + x ഡിവൈഡഡ് ബൈ 2x ഹോൾ ഡിവൈഡഡ് ബൈ x plus 2നെ മുകളിലേക്ക് വരുമ്പോൾ 1 ഡിവൈഡഡ് ബൈ x plus 2 എന്ന് വരും. അപ്പോൾ ഇത് രണ്ടും കട്ടാവും. ബാക്കി 1/2x ഉള്ളത്. എക്സിന് -2 കൊടുക്കുമ്പോൾ -1/4. ഓക്കെ. 13th question. ലിമിറ്റ് x ടെൻസ് ടു 0 sin ax ഡിവൈഡഡ് ബൈ bx. ഇവിടെ sin ax ബൈ bx എന്ന് തന്നു. നമുക്കറിയാവുന്ന ഒന്നുണ്ട്. ലിമിറ്റ് x ടെൻസ് ടു 0 sin x ബൈ x ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ sin 0 ബൈ 0. sin 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 ഡിവൈഡഡ് ബൈ 0 നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫംഗ്ഷൻ റീറൈറ്റ് ചെയ്യണം.
അപ്പോൾ നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഫോമിലാക്കാൻ വേണ്ടിയിട്ട് സൈൻ എ എക്സ് ഡിവൈഡഡ് ബൈ എയും കൊടുക്കുകയാണ് ഇൻറ്റു എയും കൊടുക്കുകയാണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ ബി എക്സ് അങ്ങനെ തന്നെ. അപ്പോൾ ഈ ബി എക്സിലെ ഈ എക്സ് നമുക്കെടുത്ത് ഇവിടെ എഴുതാം. ഇപ്പോൾ ഇത് ഏത് ഫോമിലായി? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ആസ് എക്സ് ടെൻസ് ടു 0 എ എക്സ് ടെൻസ് ടു 0 അങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ സൈൻ എ എക്സ് ബൈ എ എക്സ് എന്തായി? എ ബൈ ബി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ബാക്കിയുള്ളതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്താണ്? 1 ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താവും? 1 വരും. സോ ആൻസർ ഈസ് എ ഡിവൈഡഡ് ബൈ ബി. ഓക്കെ.